ഹൃദയഭാരതം. ഹൃദയഭാരതം പണിതദാരുതൻ അഗ്നി ചിതറുമ ജ്വലിതമോർമ്മയാൽ. ഹൃദയഭാരതം പണിതദാരുതൻ അഗ്നി ചിതറുമ ജ്വലിതമോർമ്മയാൽ. വരിക ഭാഗോൺ നീയിരിക്കുക, വരിക ഭാഗോൺ നീയിരിക്കുക. സ്വതന്ത്ര ഭാരത സ്മരണകളിരമ്പുമേതിടത്തിലും ഏതിടത്തിലും. നീ വിളിച്ചൊരിങ്കുലാബിൻ വെളിച്ചത്തിലാണിപ്പോഴും ഭാരതം. നീ വിളിച്ചൊരിങ്കുലാബിൻ വെളിച്ചത്തിലാണിപ്പോഴും ഭാരതം. വരിക ഭാഗോൺ നീ ഇരിക്കുക. അതുകൊണ്ട് എല്ലാ ആശംസകളും NSS നേരുന്നു. പ്രിയപ്പെട്ടവർക്കെല്ലാം സ്നേഹം. മനസ്സ് നന്നാവട്ടെ, എല്ലാ ഇടങ്ങളും നന്നാവട്ടെ, രാജ്യമൊക്കെ നന്നാവട്ടെ. അല്ലേ? കുഞ്ഞിന് ഭാഷ പറഞ്ഞ പോലെ നമ്മളിൽ നിന്ന് നന്നാവൽ തുടങ്ങാം. എല്ലാവരും നന്നാവട്ടെ. സന്തോഷം. കുറച്ച് വന്നത് കണ്ട് കഴിഞ്ഞ കുറച്ച് ആൾക്കാർ അങ്ങനെ പോവാം. അവിടെ നിന്ന് ഫോട്ടോ എടുത്തതിന് NSS ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ന് ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തിൽ ആലത്തിയൂർ ഹൈസ്കൂളിൽ എൻ്റെ പ്രിയപ്പെട്ട ജബ്ബാർ മാഷ്, രാമകൃഷ്ണ മാഷ്, സേന്തി മാഷ്, ഷംസുക്ക തുടങ്ങി NSS വളണ്ടിയർമാരായിട്ടുള്ള നിങ്ങളുടെ ക്യാപ്റ്റനായിട്ടുള്ള ജംഷീദ് മാഷ് മുതൽ NSS വളണ്ടിയർമാരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും വിനീതമായ നമസ്കാരം. ഈ ഫ്രീഡം വാൾ അല്ലെ മാഷ് എങ്ങനെയാണ് വിളിച്ചത്? ഫ്രീഡം വാൾ. ഇന്നലെ രാവിലെ മാഷ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, ഒരു ഫ്രീഡം വാൾ ഇവിടെ ആലത്തൂർ ഹൈസ്കൂളിൽ വരയ്ക്കണം. അപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞത് ആദ്യം കുറേ പോർട്രേറ്റ് ആയിട്ട് വരയ്ക്കാമെന്നായിരുന്നു. എന്തായാലും ഒരുപാട് ഫിഗർ അതിലുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാഷോട് ആദ്യം പറഞ്ഞത് വളരെ നെഗറ്റീവായിട്ടാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കുമ്പോൾ, വലിയൊരു വാളിൽ വരയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 2 ദിവസമെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് തീരാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ മാഷോട് ഞങ്ങളത് വരച്ച് നോക്കട്ടെ. എന്തായാലും NSS വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തിൻ്റെ അല്ലേ ഒരു നിറകുടങ്ങളാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ മാഷ് പറഞ്ഞത് ഞങ്ങളത് വരച്ച് തുടങ്ങാം, ഹീരോന്ന് നോക്കട്ടെ എത്രത്തോളം നമുക്ക് മുഴുവനാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നിട്ട് പരിപാടി അത് കഴിഞ്ഞിട്ട് എന്തായാലും വൈകുന്നേരം പരമാവധി നേരത്തെ വന്നു നോക്കാം, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സഹായം ഞാനും ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു നോക്കിയപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 99.9% പേർക്കും 2 മണിക്ക് തുടങ്ങി 5:30 മണിയായപ്പോഴേക്കും ഇവർ മുഴുവനാക്കിയിരിക്കുന്നില്ല. അതുകൊണ്ടൊരു വലിയ കയ്യടി ഈ വരച്ച ടീച്ചർക്കും മാഷ്ക്കും സേതു മാഷും പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരയ്ക്കാൻ കൂടിയ ഓരോരുത്തരും അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ ആദ്യം പറയാം. കാരണം എളുപ്പമല്ല, വലിയൊരു ചുമരിൽ വലിയ ഫിഗർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗാന്ധിജി ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നെഹ്റു ആയിട്ടൊക്കെ തോന്നും, നെഹ്റുവിനെ വരച്ചാൽ ദൂരത്ത് നോക്കുമ്പോൾ ഗാന്ധി ആയിട്ടൊക്കെ തോന്നും. എളുപ്പമല്ല. പക്ഷേ ആ ഫിഗറൊക്കെ അല്ലേ ഓരോരുത്തരും നമ്മളുടെ ഉള്ളിൽ ഒരു ദേശസ്നേഹത്തിന്റെ ഇത്തിരി തരി വിതറാൻ ഒരു ചിത്രത്തിന് കഴിയുന്നു എന്നുണ്ടെങ്കിൽ അത് വരച്ച ആളുകളെ കൂടി മിടുക്കായിട്ട് വേണം. അതുകൊണ്ട് അഭിനന്ദനങ്ങൾ. ഈ ഫ്രീഡം ആ ഒരു കോൺസെപ്റ്റ് നമുക്കെപ്പോഴും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ വരുന്ന ഒരുപാട് മുഖങ്ങളുണ്ട് അല്ലേ? ഗാന്ധിജി മുതൽ നെഹ്റു മുതൽ ഭഗത് സിംഗ് മുതൽ അങ്ങനെ താന്തിയ തോപ്പി മുതൽ മംഗൾ പാണ്ഡെ മുതൽ അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരു നീണ്ട നിരയുണ്ടായിരുന്നു.
പക്ഷെ അതിലൊക്കെ എനിക്ക് എപ്പോഴും സ്വാതന്ത്ര്യം എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന പേര് ഭഗത് സിംഗിൻ്റെയാണ്. അതിന് കാരണം ഗാന്ധിജി മരിച്ചു പോകുന്നത്, അദ്ദേഹം കൊല്ലപ്പെടുന്നത് 78 വയസ്സാവുമ്പോൾ, നെഹ്റു മരിച്ചു പോകുന്നത് 76 വയസ്സാവുമ്പോൾ, അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന അംബേദ്കർ മരിച്ചു പോകുന്നത് 65 വയസ്സാവുമ്പോൾ, 1857 ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിളിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ വിളിക്കുന്ന ഗാന്ധി തോപ്പിൽ മംഗൾ പാണ്ഡെ മുതലുള്ള ആളുകൾ, അതിൽ മംഗൾ പാണ്ഡെ അദ്ദേഹത്തിനെ തൂക്കിലേറ്റുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 29. മണികർണിക എന്നു പേരുള്ള റാണി ലക്ഷ്മിബായി കുതിരപ്പുറത്ത് കയറിയിട്ട് പട്ടാളക്കാരുമായിട്ട് യുദ്ധം ചെയ്ത് ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്ത് മരിച്ചു പോകുമ്പോൾ അവരുടെ വയസ്സ് 30. പക്ഷേ ഈ കൂട്ടത്തിൽ ഒന്നും പെടാതെ, പക്ഷേ ഇവർക്കൊക്കെ പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു. മംഗൾ പാണ്ഡെക്ക് ജോലി സോൾജിയർ ആയിരുന്നു അദ്ദേഹം. ബാക്കി ആളുകളൊക്കെ ഇപ്പോൾ ഗാന്ധിജി അത് ജോലിയായിട്ട് ചെയ്തു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നതിന് അങ്ങനെ അർത്ഥമില്ല. പക്ഷേ മണികർണികയ്ക്ക് തൻ്റെ രാജ്യം വിട്ട് കൈവിട്ട് പോകരുത് എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ 23-ാം വയസ്സിലാണ് ഭഗത് സിംഗ് മരിച്ചു പോകുന്നത്. ബാഗോൺ എന്ന് വിളിപ്പേരുള്ള ഭഗത് സിംഗ് മരിച്ചു പോകുന്നത് വെറും 23 വയസ്സുള്ളപ്പോൾ. അപ്പോഴും അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, എൻ്റെ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലണ്ട, കണ്ണ് തുറന്ന കണ്ണോട് കൂടിയിട്ട് ഞാൻ ഈ രാജ്യത്തെ മാതൃരാജ്യത്തെ കണ്ടുകൊണ്ട് ഞാൻ മരിച്ചു പോയിക്കോളാം, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു പോകുന്നു. അതുകൊണ്ട് എപ്പോഴും ഹീറോ ആര് എന്ന് ചോദിക്കുമ്പോൾ ലളിതമായ ഉത്തരം ഭഗത് സിംഗിൽ അവസാനിക്കാറുണ്ട്. ഗാന്ധിയോ അല്ലെങ്കിൽ പിന്തുടർന്നു വന്ന അറിയപ്പെടാതെ പോയ ദേശാഭിമാനികളൊന്നും മോശക്കാരാണെന്ന് അർത്ഥമില്ല. പക്ഷെ അതുകൊണ്ട് ഹൃദയഭാരതം എന്ന കവിതയിലെ 2 വരി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹൃദയഭാരതം പണിതദാരുതൻ അഗ്നി ചിതറുമ ജ്വലിതമോർമ്മയാൽ. ഹൃദയഭാരതം പണിതദാരുതൻ അഗ്നി ചിതറുമ ജ്വലിതമോർമ്മയാൽ. വരിക ഭാഗോൺ നീ ഇരിക്കുക സ്വതന്ത്ര ഭാരത സ്മരണകളിരമ്പുമേതിടത്തിലും. നീ വിളിച്ചൊരിങ്കുലാബിൻ വെളിച്ചത്തിലാണിപ്പോഴും ഭാരതം. വരിക ഭാഗോൺ നീ ഇരിക്കുക. അതുകൊണ്ട് എല്ലാ ആശംസകളും NSSന് നേരുന്നു. പ്രിയപ്പെട്ടവർക്കെല്ലാം സ്നേഹം, മനസ്സ് നന്നാവട്ടെ, എല്ലാ ഇടങ്ങളും നന്നാവട്ടെ, രാജ്യമൊക്കെ നന്നാവട്ടെ. അല്ലേ, കുഞ്ഞിന് ഭാഷ പറഞ്ഞ പോലെ നമ്മളിൽ നിന്ന് നന്നാവൽ തുടങ്ങാം. എല്ലാവരും നന്നാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. പ്രസിഡന്റ് ശ്രീകുമാറിന്, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള അച്ഛൻ ജബ്ബാർ മാഷ്, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി പ്രവീൺ സാറ്, മറ്റ് സഹപ്രവർത്തകർ, പ്രിയമുള്ള വിദ്യാർത്ഥികൾ, നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ വളരെ നല്ല അടയാളങ്ങൾ ബാക്കി വെച്ചിട്ടാണ് ഈ NSS ബാച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോകാനായിട്ട് തുടങ്ങുന്നത്. എന്തായാലും നല്ല പ്രവർത്തനങ്ങളിലൂടെ കൊറോണയ്ക്ക് ശേഷം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ പരിപാടിയിൽ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട്, അത് അവിടെ ഇരിക്കുന്നുണ്ട്. അത് ജംഷീർ സാറ് പറയും അതേക്കുറിച്ച്. എന്തായിരുന്നാലും നമ്മുടെ NSSൻ്റെ ആപ്തവാക്യം പോലെ നോട്ട് ഫോർ മീ ബട്ട് ഫോർ യു എന്നുള്ളതിന് അതിനെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രവൃത്തി കൂടി ഇന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ഈ ചടങ്ങിൽ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.